നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ദൈവം പ്രവർത്തിച്ചു എന്നാണ് കഴിഞ്ഞ ആഴ്ച വായിച്ചത്. ദൈവം എന്തൊക്കെയാണ് പ്രവർത്തിച്ചത്? ഒന്നാമതായി നാം ചിന്തിച്ചു, ശത്രുക്കളെ തകർത്തുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. കുശവനെ പോലെ നമ്മെ പണിതുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. അടുത്തത്, പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്ന യേശു കർത്താവ് പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു. സ്തോത്രം. സഭയെ പണിയുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. അങ്ങനെ അവൻ പ്രവർത്തിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് നാം പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം എന്താണ് പ്രവർത്തിക്കേണ്ടത്? നാം എന്താണ് പണിയേണ്ടത്? സ്തോത്രം. നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാമത്തെ വാക്യം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈസിയായ കാര്യമാണോ? നാം കേട്ടതുപോലെ അത് ഈസിയായ കാര്യമല്ല. പറയുവാൻ ഈസിയാണെങ്കിലും പ്രവർത്തിക്കുവാൻ ഈസിയല്ല. വിശ്വാസത്തിന്റെ പിന്നിൽ പ്രവൃത്തിയുണ്ട്. സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു ഹൃദയത്തിൽ വരുന്ന ഒരു വികാരമോ ഒരാശയമോ അല്ല, മറിച്ച് അതൊരു പ്രവൃത്തിയിലേക്ക് നീങ്ങെങ്കിൽ മാത്രമേ ആ വിശ്വാസം കൊണ്ട് ജീവനുണ്ടോ ഉണ്ട് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. വിശ്വാസം ജീവനുണ്ടെന്ന് അറിയണമെങ്കിൽ അതിന് പിന്നിൽ പ്രവൃത്തി വെളിപ്പെട്ട് വരണം. സ്തോത്രം. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ സ്തോത്രം മനുഷ്യൻ കാണുന്ന, ലോകം കാണുന്ന ചില പ്രവൃത്തികൾ ആവശ്യമായി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ മറ്റു ചില കാര്യങ്ങളെ വിട്ടുകളയണം. അതൊരു പ്രവൃത്തിയാണ്. യേശുവിന്റെ പിന്നാലെ പോകണം, ഒരു പ്രവൃത്തിയാണ്. സ്തോത്രം. അവൻ പറയുന്നത് പോലെ ചെയ്യണം, അതൊരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്ന വരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ പ്രവൃത്തിയുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്പർശിക്കാൻ പോവുകയാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ വചനം തന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയാകും. സ്തോത്രം. കണ്ണടച്ച് പോകാൻ ആരും പ്രാർത്ഥിക്കരുത്, കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. അടുത്തൊരു പ്രവൃത്തിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ആവശ്യമായിരിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് നിങ്ങൾ ദൈവത്തിന്റെ കൃഷി? അടുത്തത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. സ്തോത്രം. അടുത്തത് സ്തോത്രം. ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവം ഒരു വീട് പണിയുന്നു. ദൈവം ഒരു വീട് പണിയുന്നു. ആ പണിയുടെ പ്രധാനപ്പെട്ട ശില്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്, അത് പണിയിപ്പിക്കുന്നത്, അതിന്റെ എഞ്ചിനീയർ എന്ന് പറയുന്നത് ദൈവമാണ്. എന്നാൽ അപ്പോസ്തലന്മാർ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനം ഇട്ടു തരികയാണ്. അതാണ് അപ്പോസ്തലീയ ശുശ്രൂഷയിൽ നടക്കുന്നത്. യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് യേശു എന്ന ഒരു അടിസ്ഥാനം ഇട്ടുകൊടുത്ത് ഒരു ഫൗണ്ടേഷൻ ഇട്ടുകൊടുക്കുക. ബാക്കി കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ച് അവരവർ പണിയേണ്ട പണിയാണ്. അടുത്തതായിട്ട് വയ്ക്കാം. അടുത്തത് വേറെ ഒരടിസ്ഥാനം സാധ്യമല്ല. ദൈവം വീട് പണികൾ പണിതുകൊണ്ടിരിക്കുക. വീട് പണി ദൈവത്തിന്റെ വീടാരാണ്? നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. നാം കേട്ടല്ലോ ദൈവം പണിതിനെ കുറിച്ച്. കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ മാത്രമല്ല പണിയുന്നത്, നമ്മളെ ഓരോരുത്തരെയും പണിയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ എവിടെ വരെ പണി വന്നിട്ടുണ്ട്, എവിടെ വരെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവസന്നിധി നാം ഇരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അത് ജീവനുള്ളതാണ്, അത് ശോധന കഴിക്കുന്നതാണ്, അത് പ്രവർത്തിക്കുന്നതാണ്, അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഇനി ഞാൻ ഉദാഹരണം വായിക്കുമ്പോൾ കേട്ടോ, അത് വളരെ ശ്രദ്ധിക്കണേ. അണ്ടർലൈൻ ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലൊരു വാക്യമാണ്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ വിളിച്ചിരിക്കുക. വേറെ പലയിടത്തും പണി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ വായിക്കുന്നത് പോലെ അടുത്ത ഒരു കാറ്റിനെ, അടുത്ത ഒരു മഴയ്ക്ക് അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ക്രിസ്ത്യാനികൾ
സംഗതികൾ വിട്ടുപോകുകയാണ്. ഹല്ലേലൂയ. ജീവിക്കാൻ എനിക്ക് മനസ്സിലെന്ന് പറയുന്ന ആത്മാവ്, സ്തോത്രം, ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്ന ആത്മാവ്, സ്തോത്രം, നിനക്ക് അടിസ്ഥാനമില്ല എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കാര്യം ഈ ലോകത്തിലെ മേന്മകൾ കണ്ടിട്ടല്ല ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. അവന്റെ അടിസ്ഥാനം ദൈവമാണെങ്കിൽ ദൈവം നടത്തുന്ന ദൈവമത്രേ. ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. നോക്കുക, അടിസ്ഥാനം എല്ലാവർക്കും കിട്ടി. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്താണ്? യേശു ക്രിസ്തു, അവന്റെ ഉപദേശം. ആ അടിസ്ഥാനത്തിന്റെ പണിയേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ബാക്കി കാര്യം കംപ്ലീറ്റ് നമ്മുടേതാണ്. എന്തൊക്കെ സാധനം വെച്ചാൽ പണിയുന്നത് നോക്കിയേ. ചില ആൾക്കാർ എന്താ വെച്ച് പണിയും? ചില ആൾക്കാർ പൊന്നുകൊണ്ട് പണിയാൻ പോകുന്നു. മറ്റു ചില വെള്ളിയാണ് അവർക്ക് കിട്ടിയത്. വേറെ ചിലർക്ക് കൈ കിട്ടിയത് എന്താണ്? വിലയേറിയ കല്ലുകൊണ്ടാണ് അവർ പണിയാൻ പോകുന്നത്. അടുത്തത് മറ്റു ചില പുള്ളികൾക്ക് കിട്ടിയതൊന്നുമല്ല, പുല്ലാണ് കിട്ടിയത്. സ്തോത്രം. എനിക്ക് ദൈവം പുല്ല് തന്നതിനാണ് സ്തോത്രം എന്ന് പറഞ്ഞ് പണിയുന്ന പണിക്കാരുമുണ്ട്. അടുത്ത മറ്റേ പറഞ്ഞു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉണ്ട്, എനിക്ക് വൈക്കോലാണ് കിട്ടിയത്. സ്തോത്രം. എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ മറ്റൊരുതിനെ കാണിച്ചു കൊടുക്കാൻ നാം ഇവിടെ ആരും വ്യക്തിപരമായിട്ടൊന്നും കാണത്തക്ക കോൺക്രീറ്റ് ആയി നാം പണിതുന്നില്ല. നമ്മുടെ വീട് പണിയുടെ കാര്യമല്ല, നമ്മുടെ വ്യക്തിത്വത്തിന്റെ കാര്യമായി പറയുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ പുല്ലും ഈ വൈക്കോലും ഈ വെള്ളിയും ഈ പൊന്നും ഈ കല്ലും എന്താണ്? കർത്താവ് പറഞ്ഞു, നീ പണിത് കഴിഞ്ഞിട്ട് ഞാൻ തീ വെച്ചത് കത്തിക്കും, അപ്പോഴാണ് പണികളെ പ്രതിഫലം കിട്ടാൻ പോകുന്നത്. എങ്ങനെയാ വായിക്കുന്നത്? സ്തോത്രം. എങ്കിൽ അവരവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസമാണ്, ആ ദിവസം അതിനെ തെളിവാക്കും. ക്രിസ്തുവിന്റെ ദിവസത്തിന്റെ കാര്യം പറഞ്ഞ ആ ദിവസം അതിനെ തെളിവാക്കും. എന്നിട്ട് ഫൈനൽ ഡേ വരും, എഞ്ചിനീയർ വരും. എഞ്ചിനീയർ വരുന്ന തീ കൊണ്ടാക്കുന്നേ. നമ്മുടെ എഞ്ചിനീയർമാരാരും തീ കൊണ്ട് വരാത്തോണ്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. സ്തോത്രം. നമ്മുടെ വീടുകളെല്ലാം വളരെ നല്ല മനോഹരമായിട്ട് പണിത് കഴിഞ്ഞിട്ട് തീ ഉണ്ട്. എഞ്ചിനീയർ പറയും, ഞാൻ നോക്കണം നമുക്ക് തീ കൊണ്ട് വന്നു കഴിഞ്ഞ ഗതി എന്തായിരിക്കും? കർത്താവ് തീ കൊണ്ട് വരുന്നത് മെഴുകുതിരിയും തീപ്പെട്ടിയുമല്ല, തന്റെ ദേഹം മുഴുവൻ തീയ, തന്റെ വായ തീയ, വാക്കുകൾ തീയ, കണ്ണ് തീയ, കാഴ്ച തീയ, അവൻ ചവിട്ടി നിൽക്കുന്ന തീയ. ഇതിലൂടെ ഈ വീടിനെ ഒന്ന് കടത്തിവിടാൻ പോവാ. ഏത് വീട്? ജീവനുള്ള നമ്മളെ ഒന്ന് കയറ്റിവിടാൻ പോവാ. പോയി അപ്പുറത്ത് ഇറങ്ങുമ്പോഴാണ് എന്തോ അവശേഷിക്കുന്നു, ബാക്കിയിരിക്കുന്നു മനസ്സിലാക്കത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പിന്നെന്ന് പറയുന്നു, അത് തീയോട് വെളിപ്പെട്ട് വരും. ഉപദ്രവത്തിന്റെ പ്രവൃത്തി തീ തന്നെ ശോധന ചെയ്യും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തന്നെ ആരംഭിച്ചു. പക്ഷെ ക്രിസ്തുവിന്റെ നാള് വരെ അതിനെ തികയ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അത് സ്തോത്രം. ഒരു ഭാഗം നമ്മളെ ഏൽപ്പിച്ചു, ഒരു ഭാഗം കർത്താവ് ഏറ്റെടുത്തു. കർത്താവ് ഏറ്റെടുത്ത ഭാഗം എന്താണ്? യേശുവേ എനിക്ക് ഇതിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വന്നു. എന്നിട്ട് അവൻ ഫൗണ്ടേഷൻ ഇട്ടു. ശരിയായി രക്ഷിക്കപ്പെടാത്ത ഒരു ദൈവവൈതലും ദൈവവൈതലല്ല. സ്തോത്രം പറയാം. യേശുവുമായി വ്യക്തിപരമായി ബന്ധമില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല. സ്തോത്രം പറയാം. പേടിയുണ്ട് തോന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ സിയോൻ ഗീതാവലിയിലെ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട് പാടിക്കൊണ്ടിരിക്കുക, വീട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴും എല്ലാം പഠിച്ചാലും ക്രിസ്തുവുമായി ബന്ധമില്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല. ദൈവമായി യാതൊരു ബന്ധമില്ലാത്തവരെ ദൈവപൂർവ്വത്തിൽ വരികയാണ്. സ്തോത്രം. അവനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇടിച്ചു പോകും, അവൻ തകർന്നു പോകും. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ നരകത്തിൽ പോകുന്ന ആ വചനം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ആഴത്തിൽ ഹൃദയംഗമായി വിളിച്ചപേക്ഷിച്ച ഒരു ദൈവവൈതൽ അവനെ ദൈവം അടിസ്ഥാനമിട്ട് പണിയാൻ പോവുകയാണ്. അവരുടെ കർത്താവ് പറയുന്നു, ഞാൻ ബ്ലൂ പ്രിന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ വീട് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കി വേണം നീ പണിയാൻ. കാര്യം കിട്ടുന്നുണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഇതെങ്ങനെ പണിയണമെന്ന് ഇതാ ഒരു മാപ്പുകളുടെ ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ട് ഞാൻ വന്നിരിക്കുക. ഇത് നോക്കി വേണം ഓരോ ദിവസം പണിയാൻ. നിന്റെ ഇഷ്ടമനുസരിച്ച് പണിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പുല്ലെന്ന്, അങ്ങനെയെങ്കിൽ വൈക്കോലെന്ന്, അങ്ങനെയെങ്കിൽ വിലയേറിയ കല്ലെന്ന്, അങ്ങനെയെങ്കിൽ പൊന്നെന്ന്. സ്തോത്രം. ദൈവത്തിന്റെ അഗ്നി ജ്വാലയുടെ മുമ്പിൽ, ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുള്ള പ്രവൃത്തികളാണ് വിലയേറിയ കല്ലെന്ന് പറയുന്നത്. ഇവിടെ ഒരുത്തൻ വീട് പണിയാൻ ശ്രമിച്ചു. അവനോട് പറഞ്ഞു, നീ വിലയേറിയ കല്ല് കൊണ്ട് വേണം വീട് പണിയാൻ.
അവൻ പറഞ്ഞ കർത്താവേ, അത് സാധിക്കുന്നത് എങ്ങനെയാ? വലിയൊരു കല്ല് വേണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും. അതിനൊന്നും എന്നെ കിട്ടത്തില്ല, എനിക്ക് നിരക്കിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് കിട്ടുന്ന അയലോകത്തിൽ കിട്ടുന്ന പുല്ലെന്നെ കൊണ്ട് ഞാൻ വെച്ച് മനോഹരമായിട്ട് വീട് പണിയാൻ പോവുകയാണ്. സ്തോത്രം. ക്രിസ്മസ് ഡിസംബർ 25-ാം തീയതി 24-ാം തീയതി രാത്രി പൊങ്ങിക്കൊണ്ട് നടക്കുന്ന പുൽക്കൂട് പോലെ ഒരു വീടും വെച്ചുകൊണ്ട് നടക്കുന്നതാണെങ്കിൽ തീ കൊണ്ട് ചാരമായി പോകും. സ്തോത്രം. വിലയില്ലാത്ത പ്രവൃത്തികൾ, ദൈവം അംഗീകരിക്കാത്ത പ്രവൃത്തികൾ, ദൈവസന്നിധിയിൽ വിലയില്ലാത്ത വസ്തുക്കൾ, ദൈവം വില കൊടുക്കാത്ത കാര്യങ്ങൾക്ക് വില കൊടുത്ത് സ്വന്തം പണിയപ്പെടുന്ന ഒരു ജീവിതത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വില കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഒറ്റയടിക്ക് പെട്ടെന്ന് വരുന്നതല്ല. ദൂരത്ത് നിന്ന് തന്നെ കൊണ്ടുവന്ന വിലയേറിയ കല്ല കാശ് കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്താണ് സ്തോത്രം? നീ വില കൊടുത്ത് വാങ്ങിക്കണം. വില കൊടുത്തെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. വിലയേറിയ കല്ല് വരത്തുള്ളൂ. പൊന്ന് അതിനേക്കാൾ ഭയങ്കരമാണ്. വെള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരുത്തൻ വീട് പണിതാൽ അവന്റെ വീടിന്റെ ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ അത് തേജസ്കരിക്കപ്പെടുക മാത്രമേ ഉള്ളൂ. അത് കത്തിച്ചാമ്പലാകത്തില്ല. ഇന്ന് വരെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവിക മഹത്വം അതിന്റെ മേൽ, ആ വീടിന്റെ മേൽ വ്യാപരിക്കുക തന്നെ ചെയ്യുന്നത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എത്ര പേർക്ക് ആ വീടിന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായി? സ്തോത്രം. ഇത് പ്രസംഗിക്കാൻ വേണ്ടി സ്തോത്രം ഞാൻ വെറുതെ ഉണ്ടാക്കിയ ഒരു പ്രസംഗമായിട്ട് ചിന്തിക്കരുത്. ഇന്നും പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് ഇടപെടുകയാണ്. ആരിലാണ് അവൻ പണി പൂർത്തീകരിക്കുന്നത്? ആരിലാണ് കർത്താവ് നോട്ടീസ് തന്ന് അല്ലെങ്കിൽ സ്തോത്രം ഇതെല്ലാം പെർഫെക്റ്റ് ആയി എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരുന്നത് ഏതിനാണ്? സ്തോത്രം. താൻ തീ കൊണ്ട് നോക്കിയിട്ട് താനൊന്ന് ശോധന കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങപ്പെട്ടിരിക്കുന്ന ഭവനങ്ങൾക്ക് സ്തോത്രം അത് സർട്ടിഫിക്കറ്റ് ദൈവം തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം പ്രസാദിച്ചു എന്ന് പറയുവാനിടയായി തീരും. എന്തുകൊണ്ടാണ് ദൈവത്തെ ഇങ്ങനെ പ്രസാദിപ്പിക്കേണ്ട കാര്യമുള്ളത്? അതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്തുകൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഇങ്ങനെ പ്രവർത്തിക്കണം? സോറി, വാക്യം 14-13. സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം കേട്ടു. എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ശവടക്കാൻ പോലെ പേടിക്കണ്ട. സാധാരണ ശവടക്കുള്ള നോക്കിലാണ് വായിക്കുന്നത്. ഇതെല്ലാ ഞായറാഴ്ചയും വായിച്ചെങ്കിലും കൊള്ളായിരുന്നു. സ്തോത്രം. എന്താണ് പറയുന്നത്? എന്താണ്? ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അടുത്തത് വിശ്രമിക്കേണ്ടതാകുന്നു. ഇനിയും സ്വർഗ്ഗത്തിൽ ചെന്നാലും പ്രവർത്തിക്കണ്ട. അടുത്തത് അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് അവർ വിശ്രമിക്കണം. അവരുടെ പ്രവൃത്തി അവരെ സ്തോത്രം. സ്വർഗ്ഗത്തിൽ പോയാൽ പുറകെ വരുന്ന സാധനമുണ്ട്. അതിന്റെ പേരെന്താണ്? മനുഷ്യൻ ഭൂമിയിൽ പ്രവർത്തിച്ച ദൈവിക പ്രവർത്തികൾ. സീരിയസ്നെസ് മനസ്സിലായോ? ഹല്ലേലൂയ. ഞാനിവിടെ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്താൽ എന്റെ പുറകെ നിഴലിന് പോലെ വരും. സ്തോത്രം. ഞാൻ ഇന്നുകൊണ്ട് ശാസിക്കാം, നിഴലിനെ ശാസിക്കുക. എത്ര ശാസിച്ചാലും, വാള് കൊണ്ട് വെട്ടിയാലും, തോക്ക് കൊണ്ട് വെടിവെച്ചാലും എന്റെ പുറകെ എന്റെ നിഴല് വന്നിരിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരും വിളിക്കാതെ എന്റെ പുറകെ വരുന്നൊരു സാധനത്തിന്റെ പേരുകൾ വായിച്ചത് എന്റെ പ്രവൃത്തി. അതെന്താണ്? ഞാൻ ഈ ഭൂമിയിൽ വെച്ച് കർത്താവിനുള്ള ബന്ധത്തിൽ പണിത പ്രവൃത്തികൾ എന്റെ പുറകെ വരും. അതുകൊണ്ട് സീരിയസ് ആയിരിക്കുക. അതുകൊണ്ട് ശരിയായി പണിയുക. പണിയുന്നതെന്ന് നോക്കി പണിയുക. യജമാനിട്ടം വന്നിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായി ശോധന ചെയ്ത് പണിയുക. ഹല്ലേലൂയ. ഇവിടെ ഒരു പണിക്കാരൻ സ്തോത്രം ഓരോ ദിവസം തന്നെ എഞ്ചിനീയർ നോക്കുമ്പോൾ ഇവരെ ഇടിച്ചു കളയുമോ, ഇടിക്കാൻ പറയുമോ, വീണ്ടും കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമോ, സ്തോത്രം എന്നെ ഒരു ദിവസത്തെ കൂലി നഷ്ടപ്പെട്ടു പോകുമോ, അവന്റെ ചങ്കിനകത്ത് പണമടപ്പാണെങ്കിൽ ഒരു ശായുസ് മുഴുവൻ അധ്വാനിച്ചതിനെ കാത്തിട്ട് ചാമ്പലാക്കിയിട്ട് അയ്യോ ഞാൻ പ്രവർത്തിച്ച് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുമോ വിരമിക്കാനിടയാക്കിയിരുന്നത്. ഇവിടെ കുറെ അന്യഭാഷ പറഞ്ഞ് ഇവിടെ കുറെ ആരാധിച്ചു നല്ല കാര്യമോ, പക്ഷെ ദൈവത്തോളം ബന്ധത്തിലായിരിക്കുന്ന ദൈവത്തിനെ അവൻ ഞാൻ നീ പ്രവർത്തിക്കുന്നത്
നമ്മുടെ വ്യക്തിപരമായ ജീവിതം പണിയണം. സ്തോത്രം. ഒരു വ്യക്തിയെ കുറിച്ച് ഒരു കമന്റ് പാസ്സാക്കാൻ എത്ര എളുപ്പമാണ്. പെട്ടെന്ന് കമന്റുകൾ വരുന്നേ അല്ലേ? ഒരു ദൂത് കേൾക്കുമ്പം പെട്ടെന്ന് നമുക്കൊരു വേലായി കുക്കൊക്കെ ഉണ്ടാക്കി ഒരു കമന്ററി കൂടെ എഴുതിയത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയട്ടെ, ഞങ്ങളെ കുറിച്ച് എന്തോ പറഞ്ഞാൽ ഞാൻ ഒരു വിഷമം. സ്തോത്രം. പണ്ടൊരു ദിവസം തൊലിയൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുക. ഞങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ അവിടെ കേട്ടോ. ദേവദാസന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യമല്ല. ഒരു പക്ഷേ അതാകാം. അതിനേക്കാൾ വലിയ നമ്മുടെ കൂട്ടുവിശ്വാസത്തെ കുറിച്ച്, നമ്മുടെ കൂടെ ആരാധിക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന ഓരോ സെന്റൻസും സ്വർഗത്തിൽ കേട്ടുകൊണ്ട് ഒരു വാക്ക് വിട്ടു മാറുന്നത്, ഒരു പ്രവൃത്തി, ഒരു കാര്യം ചെയ്യുന്നത്, അതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം. നല്ലതെന്നാണ് ചെയ്താൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായിട്ട് മനസ്സ് തുറന്ന് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മനസ്സ് തുറന്ന കൂട്ട് വിശ്വാസം വേണ്ടി പ്രാർത്ഥിച്ച് അതൊരു നല്ല പണിയായി ദൈവം ഏറ്റെടുക്കും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് പലതും പറയും. അതിനെ ഒന്ന് ശാസിച്ച് നിർത്തിയിട്ട് സ്തോത്രം, കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഹല്ലേലൂയ. അത് തീയിൽ വെന്തു പോകുന്നതല്ല. അടുത്തൊരു വാക്യം കൂടെ തരാം. ലൂക്കോസ് 21-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലാണ്. ലൂക്കോസ് 21:36. ആയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരൊഴിഞ്ഞു പോകണം? കർത്താവ് എന്നേ പോയി. ഇനി നമ്മളെ കൂടെ രക്ഷപ്പെട്ട് കിട്ടാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ സ്ഥലത്ത് ഇന്നും പ്രാർത്ഥിച്ചിട്ടിരിക്കുക കർത്താവ് നമ്മളെ കുറിച്ച്. സ്തോത്രം. പക്ഷെ നമ്മളൊന്ന് ഒഴിഞ്ഞു കിട്ടണം. ഇവിടുന്ന് വരാൻ പോകുന്ന തീ ചുമാരയ്ക്കകത്ത് ഒഴിഞ്ഞു പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, സംഭവിക്കാനുള്ള സകേതത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു പോകണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ സംഭവിക്കാനുള്ള കഷ്ടകാലത്തിന് കാര്യമായി പറയുന്നേ, അതിനകത്ത് ഒഴിഞ്ഞു പോകണമെന്ന്. അടുത്തത്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എന്തുകൊണ്ട് നാം ശരിയായി പണിയണം? നമ്മുടെ വ്യക്തിപരമായ ജീവിതം എന്തുകൊണ്ട് ശരിയായി പണിയണം? ഇവിടെ പിടിച്ചു കെട്ടാൻ ഒരു പാസ്റ്റർ ഇല്ല, ഇവിടെ ചോദ്യം ചെയ്യാൻ പോലീസുകാരില്ല, ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നിയമങ്ങളില്ല. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഒരു ഫ്രീഡം തന്നിരിക്കുന്നത് ചിന്തിക്കരുത്. അതിലുപരിയായി നോക്കുന്ന ഒരു അധ്യക്ഷനുണ്ട്. അവന്റെ കണ്ണുകൾ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ദിവസം ചോദിക്കും, മനുഷ്യരെയാണോ നീ ദൈവത്തെയാണോ പ്രസാദിപ്പിച്ചത്? നിന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയാണോ പ്രസാദിപ്പിച്ചത്? ദൈവത്തെയാണോ പ്രസാദിപ്പിച്ചത്? സ്തോത്രം. അവന്റെ തുറന്നു പറയട്ടെ. സ്തോത്രം. ഒരു ഞായറാഴ്ച രാവിലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കടന്നു വരുന്നു. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും കയറി വരുന്നു. അന്ന് സ്തോത്രം കട്ട് ചെയ്ത് വീട്ടിലിരിക്കാനുള്ള എല്ലാ ധാർമ്മിക അനുഭവങ്ങളും നമുക്കുണ്ട്. പക്ഷേ അവരെയാണോ പ്രസാദിപ്പിക്കുന്നത്? ഞാൻ എന്നെ സൃഷ്ടിച്ച ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത്? സ്തോത്രത്തെ മനുഷ്യനെയാണോ പ്രസാദിപ്പിക്കുന്നത്? ഞാൻ എന്റെ വീട്ടുകാരെയാണോ പ്രസാദിപ്പിക്കുന്നത്? ഒറ്റപ്പെടേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ കർത്താവിനെ ആദരിക്കുന്ന ദിവസങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാം കൂടി ഒരു കൈ സഹായിച്ച ഇത്രയും പ്രവർത്തനങ്ങൾ എന്ന ദൈവം ഉയർത്തിയ ആർക്കും താങ്കൾ കഴിയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ അതിലെ മാനുഷിക പ്രമാണങ്ങൾ വെച്ച് ദൈവത്തിന്റെ പ്രവൃത്തി അളക്കരുത്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. മനുഷ്യന്റെ മുഖത്തെ നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നതാണ്. ഹൃദയങ്ങളെ ആലോചന എന്ന് പറയുന്നു. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ഓരോരുത്തരെ വിളിച്ചിട്ട് യേശു കർത്താവിനാൽ എടുക്കപ്പെട്ട ദിവസങ്ങളുടെ കാര്യമാണ് പിന്നെ പറയുന്നത്. പ്രാപ്തരാകേണ്ടതിനും. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മേൽ ആശ്രയിച്ച് കൽപ്പനകളൊക്കെ അനുസരിച്ച് വീഴാതെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടാൽ അവിടെ ചെന്നാൽ ഗതി അതിനേക്കാൾ കഷ്ടമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അരഗതി പോലെ കാര്യം പോയി, ചിന്തിക്കാനേ ഇല്ല. സ്തോത്രം. എന്നാൽ ഈ തീച്ചുവാലയ്ക്കകത്തോടൊന്ന് കയറി അപ്പുറത്തോട്ട് ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ കണ്ണിന്റെ ആ സ്കാനിങ് മെഷീൻ്റെ അകത്തോടെ കയറിയിട്ട് സ്തോത്രം, ഇവൻ നിലനിൽക്കുന്ന പണി ചെയ്തവനെ
നിന്ന് എത്രമാത്രം നിന്നു അതനുസരിച്ച് പ്രതിഫലം കൊടുക്കും. നിന്നതിന് മാത്രം പ്രതിഫലം കൊടുക്കും. എന്തോ പ്രവർത്തിച്ചു എന്നുള്ളതല്ല, എന്താശയമായിരുന്നു അതിന്റെ ഹൃദയത്തിന് പിന്നിൽ. ഇത് ചെയ്തപ്പോഴുള്ള ഹൃദയത്തിന് ആശയം എന്തായിരുന്നു? ഇതറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ പറയുന്നു, അവന്റെ മുമ്പിൽ പോയി ധൈര്യത്തോടെ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എപ്പോഴും പ്രാർത്ഥിച്ചോളണം. ഈ പണിയുടെ ഇടയിൽ വേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എന്നും പ്രാർത്ഥിച്ചോളണം. കർത്താവേ, എനിക്ക് ദൈവത്തിന് മുമ്പിൽ, എനിക്ക് കർത്താവിന് മുമ്പിൽ, യേശുക്രിസ്തുവിന് മുമ്പിൽ ധൈര്യത്തോടെ പോയി നിൽക്കാൻ ഇടയാക്കണമേ. സ്തോത്രം. അവിടെ എൻ്റെ മുഖം കുനിഞ്ഞു പോകാൻ ഇടയാകരുത്. സ്തോത്രം. ഇത്രയും രക്ഷിക്കപ്പെട്ടത് മുതൽ മരിക്കുന്ന കർത്താവ് വരുന്ന കാലം വരെയുള്ള സമയങ്ങൾ മുഴുവനും അറിയാവുന്ന, രാവും പകലും അറിയാവുന്ന കർത്താവ് നമ്മളെ വിളിച്ചു നിർത്തിയിട്ട് ന്യായവിസ്താരത്തിന് മുമ്പ് ചോദിക്കാൻ പോവാം. സ്തോത്രം. 2 Corinthians 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ടി വരും. അവിടെ നിൽക്കുമ്പോഴത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഓരോ ദിവസത്തെ കാര്യങ്ങൾ പറയും. കാരണം നിത്യത്തിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. സഹോദരൻ, സമയമില്ല, അടുത്ത അവധിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഇന്ന് എന്താണ് ഹർത്താലാണ്, പുള്ളി വന്നിട്ടില്ല എന്നൊന്നും അവിടെ ആചരിച്ച് പറയുന്നില്ല. എല്ലാവരും ഇവിടെ തന്നെ പ്രസന്റാണ്. അതുകൊണ്ട് അവധി ഒന്നുമില്ല. അവധി എന്ന് പറയുന്നൊരു സാധനമില്ല. ഞായറാഴ്ചയില്ല, ശനിയാഴ്ചയില്ല, അങ്ങനെ ഒരു കാര്യമില്ലാത്തത് കൊണ്ട്, പ്രത്യേക സമയമൊന്നും പോകാത്തത് കൊണ്ട്, അടുത്തയാളിനെ വിധിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മാറ്റി വെക്കുന്നു എന്നൊന്നും പറയത്തില്ല. സ്വന്തം ഓരോരുത്തർക്ക് വേണ്ടി സമയം കൊടുക്കുമ്പോൾ എന്റെ സമയത്ത് എനിക്ക് പ്രശംസ ഉണ്ടാകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഫിലിപ്പിയ ലേഖനം 2-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ അല്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് നമ്മുടെ നേരെ നിൽക്കുകയല്ലേ. കർത്താവിന്റെ ദാസൻ നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് പ്രശംസ ഉണ്ടാകുമോ? എനിക്ക് പ്രശംസ ഉണ്ടാകുമോ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്യം. അല്ലെങ്കിൽ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശംസ ഉണ്ടാകുമോ? ആമേൻ. നല്ലത്, നല്ലത്, വെരി ഗുഡ്, എക്സലന്റ് എന്ന് പറയുമോ? അതോ അയ്യോ അവിടെ വീണ്ടുപോയി, അയ്യോ അവിടെ തകർന്നു പോയി എന്താണോ ക്രിസ്തുവിന് മുമ്പിൽ വെച്ച് പറയാൻ കഴിയും? ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പിയർ 1:4 നാം വായിച്ചു തുടങ്ങിയ വേദഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി കർത്താവിന് മുമ്പിൽ നാം കാണുവാനിടയാകണം. പ്രശംസ ഉണ്ടാകണം. നല്ല പണി ചെയ്യണം. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ഈ മനുഷ്യൻ നല്ലതായിരുന്നത് കൈയടിച്ചത് കൊണ്ട് മാത്രമായില്ല. ആരുടെയും കൈയടി കിട്ടിയില്ലെങ്കിലും, ആരുടെയും സന്തോഷമൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും, എന്നെ കർത്താവിനെ വ്യാഖ്യാനിക്കുന്ന നാളിൽ അവന്റെ കണ്ണിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാനിടയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന് ആത്മാവിൽ ഏകി മോങ്ങി കരയുന്നതായ ഒരു അഭിഷേകം ദൈവം തന്റെ ജനത്തിന് മേലിടുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു മനുഷ്യർ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് ശരിയാണോ എന്ന് വരുന്നില്ല, ശരിയാണോ എന്ന് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് അതിന് മാർക്ക് തരുമോ എന്ന് ദൈവത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ആ ദിവസം നീയോട് വെളിപ്പെട്ട് വരും. ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഫൗണ്ടേഷൻ ഇടാത്ത വീട് കർത്താവ് കാര്യമാക്കുന്നില്ല. അത് ഇടിഞ്ഞ് ഈ ഭൂമിയിൽ തന്നെ നശിച്ചു പോകും. എന്നാൽ കർത്താവിന്റെ വരവിങ്കൽ നിലനിൽക്കുന്ന ഒരു വീടിന്റെ കാര്യമായി പറഞ്ഞത്, അതിന് തീ കൊണ്ട് ഒന്ന് ശോധന കഴിക്കും. അവൻ ചിന്തിച്ചതിനെ ഒന്ന് ശോധന കഴിക്കും. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഉച്ചകഴിഞ്ഞുള്ള സെഷനിൽ പരിശുദ്ധാത്മാവ് ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞാൻ ഒന്നുകൂടി അതിനകത്ത് ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഒരാൾക്കെതിരായി മൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാമോ? ഏതിന് പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? പെന്തക്കോസ്ത് മണ്ഡലത്തിലുള്ള ഒരു പ്രത്യേക രോഗമാണ് എതിര് പ്രാർത്ഥന. സ്തോത്രം. ആരെങ്കിലും തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ, ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്താൽ, സ്തോത്രം, എതിര് പ്രാർത്ഥന പ്രാർത്ഥിച്ച് മൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദൈവാത്മാവ് ഇടപെട്ടു, അത് നിർത്തിവെക്കാൻ പറഞ്ഞു. ദൈവസഭയോട് ശക്തമായിട്ട് ഇടപെടുന്നു. ആർക്കും എതിരായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, അവർ ദൈവകൃപയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എതിര് പ്രാർത്ഥനയെ ആത്മാക്കളെ ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി.
കൂട്ടുകാരനെ ഓർത്തിട്ടൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? അബ്രഹാമിനെ ദൈവം പഠിപ്പിച്ച പാഠമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. നീ അവരെ അനുഗ്രഹിച്ചാൽ മതി, നീ പറയുന്നത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ മനഃപൂർവ്വമായിട്ട് നീ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നിന്നെ ശാപിച്ചാൽ ഞാൻ ഇടപെടും എന്നാ ദൈവം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ പിടികിട്ടിയോ? സ്തോത്രം. പഴയ നിയമത്തില് ശുശ്രൂഷയ്ക്കകത്ത് ചില ശാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടെ മാറ്റിക്കൊണ്ട് പുതിയ നിയമം വന്നിരിക്കുന്നത്. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? അനുഗ്രഹം നമ്മിൽ കൂടെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം നമ്മെ ശപിച്ചാൽ ദൈവം എഴുന്നേറ്റ് അവരെ ശപിച്ചോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ നമുക്ക് ശപിക്കാൻ ഭാഗ്യമില്ല, നമുക്ക് ശപിക്കാൻ ഭാഗ്യമില്ല, നമുക്ക് ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. മനുഷ്യരെ, പിശാചുക്കളെ ബൈൻഡ് ചെയ്യാം. സ്തോത്രം. സ്തോത്രം. എന്നാൽ ദൈവമക്കളെയോ ദൈവദാസന്മാരെയോ മറ്റുള്ളൊരു വ്യക്തിയോ എന്റെ വഴിക്കനുസരിച്ച് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കരുത്. അത് കണ്ടാണ്, അത് ദുരാത്മാവിന്റെ വ്യാപാരമാണ്. ഇന്നുവരെക്കാലം ദൈവം ശക്തമായി ഇടപെടുകയാണ്. നിന്റെ പണി എങ്ങനെയുള്ളത് എന്ന് വ്യക്തമായി നോക്കുക. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സാമങ്ങൾ പ്രാർത്ഥിച്ച ശുശ്രൂഷ